ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവും കർത്താവിൻ്റെ സ്നേഹവും നിങ്ങളോട് അറിയിക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങളെ നമ്മോട് കണക്കിടാതെ, നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ച് നമ്മളോട് കരുണ കാണിക്കുന്നവനാണ് നമ്മളുടെ ദൈവം. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും കർത്താവിന് വിലപ്പെട്ടവരാണ്, ദൈവരാജ്യത്തിന് വിലയേറിയവരാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും പല ആൾക്കാരും അതിനെ വളരെ നിസ്സാരമായി കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനങ്ങനെ കാണരുത്. ബൈബിൾ പറയുന്നു, ക്രൂശിൻ്റെ വചനം നശിക്കുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ അത് ദൈവശക്തിയുമാകുന്നു. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ, ദൈവം നമുക്ക് തരുന്ന ഇൻഫർമേഷൻസിനെ നാം അവഗണിച്ചാൽ, നാം അതിനെ നിസ്സാരമായി കണ്ടാൽ അത് നമ്മുടെ ജീവിതത്തിന് ഒരു തിന്മയായിത്തീരും. എന്നാൽ കർത്താവിൻ്റെ വചനം നാം അനുസരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നാം പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹത്തിനും സമാധാനത്തിനും സൗഖ്യത്തിനും സ്വസ്ഥതയുള്ള ജീവിതത്തിനുമൊക്കെ കാരണമായി തീരും. ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ വളരെ ആഴമുള്ളൊരു സന്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഇരുവാഴ്ത്തലയുള്ള ഏതു വാളിനേക്കായാലും മൂർച്ചയുള്ളതാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചമാംസങ്ങളെയും വിടുവിക്കുന്നത് വരെ തുളച്ചു കയറുന്നതാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ ആലോചന. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ നമുക്ക് കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശുദ്ധ ബൈബിളിൽ എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെയും ദൈവത്തിൽ വിശ്വസിച്ച് വിടുതലുകൾ പ്രാപിച്ചവരുടെയും ദൈവികമായ വിശ്വാസത്താൽ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടവരുടെയും ഒരു നീണ്ട നിരയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നു. എന്നാൽ ഇവിടെ ലേഖനകർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു പ്രധാന സത്യം ഒരു വലിയ നേതാവിനെക്കുറിച്ച്, ഒരു വലിയ ലീഡറിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേര് മോശ എന്നാണ്. പഴയ നിയമ കാലത്തിൽ അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ അതിശക്തമായി പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയാണ് മോശ. മോശ വളരെ സൗമ്യനായിരുന്നു എന്ന് ദൈവവചനത്തിൽ കാണുന്നു. അതിലെല്ലാം ഉപരിയായി മോശയുടെ ജീവിതം 2 വാക്കിൽ പൗലോസ് ഇവിടെ പറഞ്ഞു നിർത്തുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ വളരെ വലുതാണ്. വിശ്വാസത്താൽ മോശ താൻ വളർന്നു, പാപത്തിൻ്റെ താൽക്കാലികമായ ഭോഗത്തെക്കായാലും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഇതാ മോശ തൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ കാരണം മോശയെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. മനസ്സിലാക്കുക, ദൈവത്തിന് ഒരു വ്യക്തിയെ ഉപയോഗിക്കുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ, ദൈവം ആ വ്യക്തിയെ മുന്നമേ കണ്ടിട്ടുണ്ടായിരിക്കും. ദൈവം ആ വ്യക്തിയെ തൻ്റെ റൈറ്റ് ടൈം ആകുമ്പോൾ തിരഞ്ഞെടുത്തിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ റോമർക്കെഴുതിയ ലേഖനത്തിലും പൗലോസ് പറയുന്നത്, അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവം ഒരാളെ വിളിക്കുന്നത് അന്നേരം ദൈവത്തിന് തോന്നുന്ന ഒരു തോന്നലല്ല. അത് മുൻ നിർണയപ്രകാരമാണ്, മുൻ നിയമപ്രകാരമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും
ദൈവത്താൽ വിളിക്കപ്പെട്ടൊരു വ്യക്തിയാണോ? ഞാൻ ഉറപ്പായും പറയുന്നു, ഒരു സുപ്രഭാതത്തിൽ, അല്ലെങ്കിൽ ഒരു രാത്രിയിൽ, അല്ലെങ്കിൽ ഒരു സായാഹ്നത്തിൽ ദൈവത്തിന് പെട്ടെന്നൊരു തോന്നലുണ്ടായി നിങ്ങളെ വിളിച്ച് വേർതിരിച്ചതല്ല. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുൻപേ ദൈവം നിങ്ങളെ കണ്ടിരുന്നൊരു വ്യക്തിയാണ്. ദൈവം നിങ്ങളെ അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ കർത്താവ് കണ്ടൊരു കുടുംബമാണ് നിങ്ങളുടെ കുടുംബം. അതുകൊണ്ടാണ് അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. എന്നാൽ മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നതായ സന്ദർഭത്തിൽ മോശയുടെ ബാല്യപ്രായത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശ ആ ജനിച്ച സമയത്ത് കുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ ഫറവോൻ കൽപ്പനയിടുന്ന സമയത്ത് മോശയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവൻ്റെ അമ്മ ഒരു ഞാങ്ങട പെട്ടകത്തിൽ മോശയാക്കി ആ നൈൽ നദിയിലേക്ക് ഒഴുക്കി വിടുന്നു. ഇതാ ഫറവോൻ്റെ പുത്രി ആ നൈൽ നദിയിൽ കുളിക്കുവാൻ വരികയും ആ ഞാങ്ങട പെട്ടകത്തിലായിരുന്ന മോശ ആ പൈതലിനെ എടുക്കുകയും ആ കുഞ്ഞിനെ വളർത്തുവാനുള്ള പ്രേരണ അവളുടെ ഉള്ളത്തിൽ ലഭിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത് സകല സുഖ സൗകര്യങ്ങളിലും സകല സമൃദ്ധിയിലും വളർന്നവനാണ് മോശ. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ. അപ്പോൾ മോശ വളർന്ന സാഹചര്യം നമ്മൾ ഓർക്കണം. വളരെ സമൃദ്ധിയുടെ നടുവിൽ, കൊട്ടാരത്തിനകത്ത്, വലിയ ആർഭാടമായ അനുഭവങ്ങളുടെ നടുവിലാണ് മോശയുടെ വളർച്ച. എന്നാൽ അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കായാലും. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. മോശ വളർത്തപ്പെട്ടത് ഫറവോൻ്റെ പുത്രിയുടെ മകനായിട്ടാണ്, എടുത്തു വളർത്തിയതാണ്, കൊട്ടാരത്തിലാണ്, എല്ലാ സുഖ സൗകര്യങ്ങളിലുമാണ്. ഒരു മനുഷ്യൻ നോക്കുമ്പോൾ ഇന്ന് സാധാരണ നിലയിൽ കൊട്ടാര തുല്യമായ അനുഭവത്തിൽ, അവസ്ഥയിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ പലരും അവരെ നോക്കി പറയുന്നൊരു കാര്യം, ഈസ് ബ്ലസ്സഡ്, അവൻ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിലാണ്, അവസ്ഥയിലാണ്. എന്നാൽ ഇവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, താൽക്കാലിക ഭോഗത്തെക്കായാലും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ ഭൗതികപരമായ കാര്യങ്ങളും താൽക്കാലികമാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം താൽക്കാലികമാണ്. വലിയ ബംഗ്ലാവുകൾ, വീടുകൾ നാം കെട്ടിപ്പാർക്കുന്നു, നല്ല കാര്യമാണ്. നല്ല വീട് ദൈവം തരട്ടെ, ദൈവത്തിന് അതിൽ കുറ്റവും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. നമ്മൾ പാർക്കുന്ന വീട് ശാശ്വതമാണോ? നമ്മൾ ആ വീട് ഒരു ദിവസം വിട്ടിട്ട് പോകണ്ടേ? നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി അത് താൽക്കാലികമല്ലേ? നിങ്ങളുടെ ലൈഫ് എൻഡ് വരെ, അല്ലെങ്കിൽ ആ ശ്വാസം പോകുന്ന സമയം വരെ ഈ ജോലി ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? എല്ലാം ഈ ലോകത്തിൽ കാണുന്ന ഭൗതികപരമായ എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ്. പാട്ടുകാരൻ പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ കുമിള പോലെ മിന്നി വിളങ്ങിയിടുന്ന ജഡീക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയിൽ സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല എന്ന് ഭക്തൻ പാടിയതുപോലെ ഈ ലോകത്തിലെ എല്ലാ ഭൗതികപരമായ കാര്യങ്ങളും വെള്ളത്തിൻ്റെ കുമിള പോലെയാണ്. അത് കുറച്ച് നേരത്തേക്ക് മാത്രം നിൽക്കുകയും പിന്നീട് അത് പൊട്ടിത്തകർന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു, ആ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കായാലും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഇതാ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കൾ തിരഞ്ഞെടുക്കേണ്ടത് സ്വന്തം വഴിയല്ല, സ്വന്തം ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഹിതമാണ്. അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിച്ചു. ഒരു വലിയ പൊസിഷനിലാണ് അദ്ദേഹം ഇപ്പോൾ. ആ രാജ്യത്തിൻ്റെ, ആ ദേശത്തിൻ്റെ റൂളറുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിൽ നിന്ന് ആ പൊസിഷനെ, ആ വിളി കേൾക്കാൻ താൻ ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് പലരും അവരായിരിക്കുന്ന ആ പദവിയിൽ നിന്ന്, ആ പൊസിഷനിൽ നിന്ന് ഒരു ഇഞ്ച് പോലും താണിറങ്ങി വരാൻ അവരാഗ്രഹിക്കുന്നില്ല. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും അവർക്ക് കൊടുക്കേണ്ട ആദരവും കൊടുത്തില്ലെങ്കിൽ അവരുടെ സ്വഭാവം പെട്ടെന്ന് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ മോശയ്ക്ക് പദവി ഉണ്ടായിരുന്നു. മോശയ്ക്ക് നല്ലൊരു മാനുഷികമായി ചിന്തിച്ചാൽ നല്ലൊരു പേരുണ്ടായിരുന്നു.
നല്ലൊരു കൊട്ടാരം ഉണ്ടായിരുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിന് വേണ്ടി ഇതെല്ലാം വിട്ടെറിഞ്ഞു. മനുഷ്യൻ്റെ കണ്ണുകൊണ്ടൊന്ന് നോക്കിയേ, മോശ കാണിച്ചത് മണ്ടത്തരമല്ലേ? ഇത്രയും പദവി ഉണ്ടായിരുന്ന, ഇത്രയും സുഖസൗകര്യങ്ങളുണ്ടായിരുന്ന, ഇത്രയും നന്മകളുണ്ടായിരുന്നതൊക്കെയും കർത്താവിന് വേണ്ടി ദൈവവിളിയുടെ മുൻപിൽ വിട്ടുകളഞ്ഞിട്ട് നിന്നയും കഷ്ടതയും അവൻ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയാണ്. സുഖസൗകര്യങ്ങളും സമൃദ്ധികളും വിട്ടിട്ട് കഷ്ടതകൾ ഏറ്റെടുക്കുന്ന, നിന്ന ഏറ്റെടുക്കുന്നത് ഒരു ധനമായി, ഒരു മഹത്വമായി, ഒരു അനുഗ്രഹമായി മോശയുടെ കാണുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ പലരും പഠിപ്പിച്ചിരിക്കുന്നതും ഈ കഷ്ടതയും പ്രതിസന്ധികളുമൊക്കെ ഒരു നന്മയല്ലെന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ 16:33 യേശു കർത്താവ് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ നിങ്ങൾ ഭാഗ്യവാന്മാർ, അനുഗ്രഹിക്കപ്പെട്ടവർ, മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നല്ലോ. നിങ്ങളാരും കൊലപാതകന്മാരോ കള്ളന്മാരോ ആയിട്ടല്ല ലോകം നിങ്ങളെ പകയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മെസ്സേജ് ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. സകല പദവികളും സകല മഹത്വങ്ങളും ദൈവവിളിയുടെ മുമ്പിൽ വിട്ടെറിഞ്ഞ് ദൈവഹിതം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാൻ മോശ തിരഞ്ഞെടുത്ത് ആ ദൈവ വഴിയിലേക്ക് വരികയാണ്. ഞാൻ ഇനി ഒരു ചോദ്യം കൂടെ ഇതിൽ നിന്ന് ചോദിക്കുന്നു. മോശ ഇങ്ങനൊരു വഴി തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ, ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആലോചനകളെ നിരസിച്ച് മോശ ആ ഫറവോനോടൊപ്പം ചേർന്ന് നിന്ന് ദൈവവിളിയെ മറന്ന് ജീവിച്ചിരുന്നെങ്കിൽ പദവിയും എല്ലാം കണ്ടേനെ. പക്ഷേ ഉറപ്പായിട്ടും എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ കണ്ണുനീർ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ദൈവം ആ ജനത്തെ വിടുവിക്കുവാൻ ദൈവം പ്ലാൻ ചെയ്തതാണ്. മിസ്രൈമിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ ദൈവം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതിനു വേണ്ടി ഒരു മോശ തിരഞ്ഞെടുത്തു. അവനെ ഒരു ആയുധമായി, ഒരു വെപ്പണായി ദൈവം ഉപയോഗിച്ചു. മോശ അത് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, മോശ ആ കമ്മിറ്റ്മെൻറ്റ് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, മോശ സമർപ്പിച്ചില്ലായിരുന്നെങ്കിൽ ദൈവം വേറൊരാളെ തിരഞ്ഞെടുത്തേനെ. ഉറപ്പായും ആ മിസ്രൈമിലെ ജനത്തെ വീണ്ടെടുക്കാൻ, വിടുവിക്കുവാൻ, പുറത്തു കൊണ്ടുവരാൻ മറ്റൊരാളിനെ കർത്താവ് ഉറപ്പായിട്ടും തിരഞ്ഞെടുത്തേനെ. പക്ഷേ ദൈവത്തിൻ്റെ വിളിയെ മോശ അനുസരിച്ചു. അതുകൊണ്ട് എന്നാ ഗുണമുണ്ടായി? ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ്. ഈ ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ചെങ്കടലിന് മുമ്പിൽ വന്നു മോശയുടെ നേതൃത്വത്തിൽ. അവർ ചെങ്കടൽ കടന്നു. ദൈവം ഒരു കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ച് കടലിനെ രണ്ടാക്കി മാറ്റി, ഉണങ്ങിയ നിലത്തുകൂടെ എന്നവണ്ണം അവരെ നടത്തി. അവർ മറുകരയിലെത്തി. നോക്കിയേ, എന്നാൽ ഫറവോന് സൈന്യവും അതുവഴി വന്നു. ഈ മോശ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാതെ ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ട്, കൊട്ടാരത്തിൻ്റെ മഹത്വവും നന്മയും ഫറവോൻ്റെ പണവും ഒക്കെ കണ്ട് അതിനെ ഇഷ്ടപ്പെട്ട് അവിടെ നിന്നിരുന്നെങ്കിൽ, ഒരു പക്ഷേ വേറൊരാളിനെ ദൈവം എഴുന്നേൽപ്പിച്ച് ഇസ്രായേൽ മക്കളെ ഇതുപോലെ കൊണ്ടുപോകുമ്പോൾ ഈ ഫറവോൻ്റെ കൂട്ടത്തിൽ ഒരു ശത്രുവായി അല്ലെങ്കിൽ ഒരു ഫറവോൻ്റെ ഒരു സഹപ്രവർത്തകനായി ഈ മോശ ഉണ്ടായേനെ. എന്തായിരുന്നേനെ മോശയുടെ സ്ഥിതി? മോശ ആ ചെങ്കടലിൽ അവരുടെ കൂടെ മുങ്ങി മരിച്ചേനെ. എന്നാൽ ഇപ്പോൾ മോശ മറുകരയിലെത്തി, എത്തേണ്ടടുത്തെത്തി. എപ്പോഴും ഒരു കാര്യം ഓർക്കണം, ദൈവം നമ്മളെ വിളിച്ചത്, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട്. വിളി കേട്ടിറങ്ങിയവരെല്ലാം ഓർത്തോണം, ഈ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാതെയല്ല ഓടേണ്ടത്. അതുകൊണ്ട് എബ്രായർ 12:1 പൗലോസ് പറഞ്ഞത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കി നമ്മളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇതെങ്ങനെങ്കിലും ഓടാനുള്ളതല്ല, ഇത് സ്ഥിരതയോടെ ഓടുവാനുള്ളതാണ്. ഓടുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ ലോകത്തിലെ പാപത്തിൻ്റെ താൽക്കാലിക സുഖങ്ങളെ വിടണം. എല്ലാ പാപത്തിനും ഒരു താൽക്കാലിക സുഖമേ ഉള്ളൂ. എന്നാൽ ദൈവം വച്ചിരിക്കുന്ന നന്മ, ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവം വച്ചിരിക്കുന്ന നിത്യത, ദൈവം വച്ചിരിക്കുന്ന ആ വചനത്തിലൂടെയുള്ള അനുഗ്രഹങ്ങൾ താൽക്കാലികമല്ല, അത് നിത്യമാണ്. ദൈവം നിത്യനായ ദൈവമാണ്. നിത്യത എന്ന് പറയുന്നത് അന്തമില്ലാത്ത, അവസാനമില്ലാത്ത ഒന്നാണ്. എന്നാൽ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പരിധിയുണ്ട്, പരിമിതികളുണ്ട്. പാപത്തിനും ലോകസുഖങ്ങളുമെല്ലാം താൽക്കാലികമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ,
ലോകത്തിൻ്റെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ നന്മകൾക്ക് വേണ്ടി, താൽക്കാലികമായ മഹത്വത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും മഹത്വമുള്ള നിത്യതയും ദൈവം വെച്ചിരിക്കുന്ന ദൈവികമായ അനുഗ്രഹങ്ങളും നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇത് ബിജു, ഇത് ബീന സിസ്റ്ററെ. ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. മെഡിക്കൽ സയൻസ് പറഞ്ഞു ഒരു കാരണവശാലും ഇവർക്ക് തലമുറ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 4 മാസമായി കുഞ്ഞുമായിട്ട് ഇവിടെ കിടന്നു. എന്താ കയ്യിലിരിക്കുന്ന പേപ്പറും ഒക്കെ ആയിട്ട് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് മെഡിക്കൽ സയൻസ് എഴുതി തന്ന റിപ്പോർട്ടാണ്. എൻ്റെ പേര് ബീന. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് കടന്നു വരുന്നത്. ഞങ്ങൾക്ക് 10 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി കഴിയുമ്പം ഈ മരുന്നൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് അലർജികളും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ TV കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ചുമ്മാ ചാനൽ മാറ്റി നോക്കിയ സമയത്ത് ഫാസ്റ്റർ ഒരു പ്രസംഗം ഞങ്ങൾ TV കൂടെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് പ്രാർത്ഥനാ വിഷയത്തിനായി വിളിക്കാമെന്നും പറഞ്ഞിട്ട് ഫോൺ നമ്പർ തന്നായിരുന്നു. അങ്ങനെ ഞാൻ ആ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിങ്ങനെ മരുന്നുകളൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അലർജിയാണ്. അപ്പോൾ അന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല, പിന്നീട് മരുന്ന് കഴിക്കുമ്പോഴൊന്നും എനിക്ക് ഈ അലർജി ഇല്ലായിരുന്നോ. പിന്നെ ഞാൻ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി. എനിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴ റിമൂവ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ മെഡിക്കൽ സയൻസ് ഒക്കെ ചെയ്ത ഒരു പ്രയോജനം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ലാപ്രോസ്കോപ്പി ചെയ്യാൻ ഡോക്ടർമാർ പറഞ്ഞായിരുന്നു. അങ്ങനെ ആ ലാപ്രോസ്കോപ്പി ചെയ്ത കൂട്ടത്തിൽ പിന്നെ എനിക്ക് അന്ന് മുഴ റിമൂവ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഓവറി, ഒരു ട്യൂബ് ഇതെല്ലാം അന്ന് കട്ട് ചെയ്ത് പോയായിരുന്നു. ഓവറിയും ട്യൂബും കട്ട് ചെയ്ത് പോയായിരുന്നു. അപ്പോൾ യാതൊരു പിന്നെ ചാൻസും ഇല്ല നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവാനുള്ള. പിന്നെ ഒരു ട്യൂബ് ഉള്ളത് അത് ഫെയിലാണ്. അതിനകത്ത് യാതൊരു കാരണവശാലും 100% നിങ്ങൾക്ക് നോർമലി ആയി ഒരു കുഞ്ഞുണ്ടാകത്തില്ലെന്ന് ഡോക്ടർമാർ എഴുതി തന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കരഞ്ഞുകൊണ്ട് വന്ന് അപ്പം ഞാൻ ഒരു പ്രാവശ്യം പാസ്റ്ററെ കണ്ടപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് മെഡിക്കൽ സയൻസ് എഴുതി തന്നേക്കുന്ന ഒരു കുഞ്ഞുണ്ടാവത്തില്ല. പാസ്റ്റർ എന്ന് പറഞ്ഞത് ഡോക്ടറല്ല അത് വിധിക്കുന്നത്, നമ്മളിരിക്കുന്ന ദൈവമാണ് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഒത്തിരിയും പേര് ഞങ്ങളടുത്ത് പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് ട്യൂബ് നോക്ക്, അഡോപ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടെ ഒരു കുഞ്ഞ് വേണ്ട, പിന്നെ അഡോപ്റ്റ് ചെയ്ത് ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട, ഞങ്ങളുടെ രക്തത്തിൽ കൂടി തന്നെ കിട്ടുന്ന ഒരു കുഞ്ഞിനെ ദൈവം തരുവാണെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ 2016 ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥന സമയത്ത് പാസ്റ്റർ ഇതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു 2016 തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 2016 ഏപ്രിൽ മാസത്തിൽ 18 എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു ഇവിടുത്തെ. അന്ന് നമ്മുടെ ജിജിമാൻ പാസ്റ്റർ ചോദിച്ചു നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്തോ മെയിനെന്ന്. അപ്പം ഈ ഏപ്രിൽ 23 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു അടുത്ത 2017 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്കൊരു കുഞ്ഞുമുണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അന്ന് പ്രാർത്ഥിച്ചു. ആ ഏപ്രിൽ മാസത്തിൽ തന്നെ ഞാൻ ക്യാരി ആവുകയും ചെയ്തു. ആ An amazing testimony. Amazing. Look at this. ഈ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾ കാണണം. ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ആ റിപ്പോർട്ട് ഇവിടെ എനി ഡോക്ടേഴ്സ് ചെയ്യാം. ഓക്കെ ഡോക്ടർ താര, ക്യാൻ യു പ്ലീസ് റീഡ് ദാറ്റ്? അതെന്തോ അതിനകത്ത് റിപ്പോർട്ട് ഒന്ന് വായിച്ച്. ലെഫ്റ്റ് ട്യൂബ് ആൻഡ് ഓവറി നോട്ട് സീൻ. ലെഫ്റ്റ് സൈഡിൽ ഓവറിയും ട്യൂബും ഇല്ല. ഓവറിയും ട്യൂബും ഇല്ല. നോ സ്പെൽ ഓഫ് ഡൈ ഓൺ ദ റൈറ്റ് സൈഡ്. അതായത് ഒരു ഡൈ ഒഴിക്കും, അപ്പോൾ ആ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ആ ഡൈ ഫുള്ളി സ്പ്രെഡ് ചെയ്ത് വരണം. റൈറ്റ് സൈഡിൽ ഡൈ പോകുന്നില്ല, അതായത് റൈറ്റ് സൈഡിലും ബ്ലോക്ക് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ട്യൂബ് ഓവറി ഇല്ല, റൈറ്റ് സൈഡിൽ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ട്. മെഡിക്കൽ സയൻസിൽ ഇത് അസാധ്യമാണോ? യെസ്. എന്നാൽ ദൈവത്തിനോ? വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന കുടുംബമാണിത്. ഇവരുടെ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. നിങ്ങൾ ആ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടു, അതിനെക്കുറിച്ച് കേട്ടു. ഇത് ഒരു ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടറിന് അത്ഭുതം. കാരണം ബൈബിൾ പറയുന്നു യേശു അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം,
അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളെക്കായാലും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കണം. ഒരിക്കലും നമ്മുടെ ലക്ഷ്യങ്ങൾ മാറിപ്പോകരുത്, നമ്മുടെ ലക്ഷ്യങ്ങൾ തെറ്റിപ്പോകരുത്. നാം ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യണം. മനുഷ്യൻ തരുന്ന പദവിക്കും മനുഷ്യൻ തരുന്ന മാന്യതയ്ക്കും മനുഷ്യൻ തരുന്ന താൽക്കാലിക സുഖങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നിത്യമായ നന്മയെ, നിത്യതയെ നിങ്ങൾ നഷ്ടമാക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഇപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കായും പ്രാർത്ഥിക്കുന്നു. ആഴമുള്ള ഒരു സമർപ്പണം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആഴമുള്ളൊരു ഡെഡിക്കേഷൻ ഇവരിൽ വെളിപ്പെടട്ടെ കർത്താവേ. ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ചിലതിനെ വിടുവാനും ദൈവം തിരഞ്ഞെടുത്ത ഈ കുടുംബങ്ങൾ ദൈവ വഴി തിരഞ്ഞെടുത്ത് ജീവിപ്പാനും പരിശുദ്ധാത്മാവ് ഇവരെ സഹായിക്കണമേ. സ്വന്തം ഇഷ്ടങ്ങൾക്ക് പോയി ജീവിതം തകരുവാനല്ല, സ്വന്തം ഇഷ്ടങ്ങളിൽ പോയി പരാജയപ്പെടുവാനല്ല, കർത്താവിൻ്റെ ഇഷ്ടത്തിൽ നിൽക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഈ മാന്യ പ്രേക്ഷകരെ, ഈ ദൈവമക്കളെ പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കുന്നു, എസ്പെഷ്യലി തിരുവനന്തപുരം ജില്ലയിലുള്ളവർ ശ്രദ്ധിക്കുക. സെപ്റ്റംബർ മാസം 7, 8, 9 തീയതികളിൽ ട്രിവാൻഡ്രത്ത് ജീസസ് ഈസ് അലൈവിൻ്റെ ഹോളി സ്പിരിറ്റ് ഗ്രേറ്റ്നെസ് കോൺഫറൻസ് നടക്കുവാൻ പോകുന്നു. സെപ്റ്റംബർ 7, 8, 9 തീയതികളിൽ ഓണം കഴിഞ്ഞുള്ള അവധി സമയമാണത്. നിങ്ങളെല്ലാവരും ആ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ മീറ്റിങ്ങിൽ നിങ്ങളെല്ലാവരും കടന്നു വരണം. ആ ദേശത്തിനും നമ്മുടെ രാജ്യത്തിനും ഉണർവിനും അനുഗ്രഹത്തിനും അനേക ദൈവമക്കളുടെ വിടുതലിനും അനേക പാപികളുടെ രക്ഷയ്ക്കും വിമോചനത്തിനും അത് കാരണമാകണം. സെപ്റ്റംബർ 7, 8, 9 തീയതികളിൽ ട്രിവാൻഡ്രത്ത് നടക്കുന്ന മീറ്റിങ്ങിനെ പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത് അവൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. I bless you in Jesus' almighty name. Amen.